എന്തുകൊണ്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരവേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലെ ചില സ്വപ്നം കാണുന്ന രാഷ്ട്രീയമെന്നാൽ ഉള്ളിൽ എഴുതുന്ന പുതിയൊരു ലോകത്തിന് വേണ്ടി മറ്റ് വ്യക്തികളോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരാഗ്രഹത്തിൻ്റെ പ്രകടനമാണെന്ന് വിശ്വസിക്കുന്ന സാഹിത്യമെന്നാൽ ഉള്ളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രകാശനത്തിന് ഭാഷയെ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ വാക്കുകൾ മനസ്സിലാക്കാനെങ്കിലും ശേഷിയുള്ള, ഞങ്ങളോട് പ്രതികരിക്കാൻ ശേഷിയുള്ള, ഞങ്ങളോട് ഞങ്ങളുടെ ആശയവിനിമയം നടത്താൻ ശേഷിയുള്ള ഒരു തലമുറ പ്രവർത്തകരെ, നേതാക്കളെ, അണികളെ, യുവാക്കളെ ഇടതുപക്ഷം സമ്മാനിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ലോകം മുന്നോട്ട് പോകുമ്പോൾ നീതിയെ പറ്റിയുള്ള ലോകത്തെമ്പാടുമുള്ള പലവിധ ചർച്ചകൾ, പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന തരത്തിൽ വലതുപക്ഷം അതിൻ്റെ ആശയങ്ങൾ കോർപ്പറേറ്റുകളുടെ വളരെ ദുരനിറഞ്ഞ ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് നമ്മുടെ ജീവിതക്രമത്തെ ആകെ തകിടം മറിക്കുമ്പോൾ ഈ പുതിയ ലോകക്രമത്തിൽ കാലിടവാതെ പിടിച്ചു നിൽക്കാൻ വളരെ കടുത്ത പരിശ്രമം കൂടിയേ തീരും എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന തലമുറയ്ക്ക് ട്രംപിനെയും നെതന്യാഹുവിനെയും ഭയക്കാതെ നാളെ പറ്റി ഓർത്ത് നാളെ എങ്ങനെ പെട്രോൾ അടിക്കും എന്ന് ആലോചിച്ച്, നാളെ എങ്ങനെ ഗ്യാസ് കത്തിക്കുമെന്ന് ആലോചിച്ച്, നാളെ എൻ്റെ ഫോണിൽ എവിടെ നിന്നുള്ള അലർട്ടാണ് വരുന്നത് എന്ന് ആലോചിച്ച് ഉറക്കം കെടാതെ ജീവിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റാണെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നവർക്ക് ഒരു ചെറിയ പിന്തുണയെങ്കിലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ആ കുറ്റം അടിയെ നിർത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കലാച്ചി എന്ന നോവലാണ് ഞാൻ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ചത്. കലാച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത ഒരു പരീക്ഷണമായിരുന്നു. എഴുത്തെന്ന പ്രക്രിയയിൽ ധാരാളം യാത്ര ചെയ്ത്, ധാരാളം ചിന്തിച്ച്, ധാരാളം റിസർച്ച് ചെയ്ത്, മറ്റാരും ഉപയോഗിക്കാത്തൊരു മെറ്റഫർ ഉപയോഗിച്ച് വളരെ അഭിമാനത്തോടെ, വളരെ ധൈര്യത്തോടെ വായനക്കാർക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച ഒരു ദീർഘകാലത്തെ അധ്വാനത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് കലാച്ചി. കലാച്ചിയിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം നിദ്രാവ്യാധിക്ക് അടിപ്പെടുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഞെട്ടി ഉണരുമ്പോൾ കാണുന്നത് മാറിപ്പോയൊരു ലോകമായിരിക്കും എന്നുള്ളതാണ്. അന്ന് എന്താണ് ജനാധിപത്യമെന്നും എന്താണ് മതേതരത്വമെന്നും ജനാധിപത്യത്തിന് മതേതരത്വം എങ്ങനെ പ്രധാനമാകുന്നുവെന്നും മതേതരത്വത്തിന് സാഹോദര്യം എത്ര അനുപേക്ഷണീയമാണെന്നും നമ്മൾ തിരിച്ചറിയുമെന്നും അത് തിരിച്ചറിയുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ പശ്ചാത്തലിക്കുമെന്നും ഭയമുള്ളത് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ അവാർഡ് കമ്മിറ്റി അംഗമായ പാർവതി ചേച്ചി പറഞ്ഞു, സ്ത്രീക്ക് മാത്രമായിട്ടൊരു പക്ഷമേ ഇല്ല. സ്ത്രീയുടെ പക്ഷം ലോകത്തിൻ്റെ പക്ഷമാകയാൽ, മനുഷ്യരുടെ പക്ഷമാകയാൽ എന്തിനാണ് മനുഷ്യപക്ഷം എന്ന് ഉപയോഗിക്കാതെ നമ്മൾ സ്ത്രീപക്ഷം എന്ന് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചില വ്യത്യാസങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് മലയാളത്തിൽ കാലമുണ്ടായ ചരിത്രത്തിലുടനീളം സംസാരിക്കുന്ന സ്ത്രീകളോട്, അഭിപ്രായം പറയുന്ന സ്ത്രീകളോട് വല്ലാത്തൊരു പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ തിരുവനന്തപുരം എന്ന രാജനഗരം ധാരാളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ ശബ്ദമുയർത്താൻ ശ്രമിച്ച സ്ത്രീകളെ എങ്ങനെയാണ് ഈ അധികാര ശിലാകേന്ദ്രത്തിൻ്റെ ഓരോ നെടുന്തൂണും അവരെ എങ്ങനെയാണ് നിശബ്ദരാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും അവരുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടുള്ളതെന്നും
3ഉം 4ഉം പതിറ്റാണ്ടുകൾ അവരെ നിശബ്ദരാക്കിയിട്ടുള്ളതെന്നും ചിലരെ എന്താ നാട് വിട്ട് ഓടാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്നും നമുക്കറിയാവുന്നതാണ്. പക്ഷെ എല്ലാ കാലത്തും മലയാള സാഹിത്യത്തിൽ ഈ എന്താണ് സാഹിത്യം എന്നുള്ളതും എങ്ങനെയാണ് സാഹിത്യം ഉണ്ടാകുന്നതെന്നുള്ളതും എങ്ങനെയാണ് ഒരു കഥ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നുണ്ടാകുന്നതെന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും നമ്മളാരും പുനത്തിലടിയെന്നോ MT അടിയെന്നോ പിന്നെ ഉണ്ടല്ലോ പറയാറ് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അനുകരണ വിവാദങ്ങളെ പറ്റി വല്ല വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അധിക്ഷേപിക്കപ്പെടുന്ന അവഹേളനത്തിന് വിധേയമാകുന്ന വാക്കുകളിൽ പുരുഷന്മാരുടെ പേരുകൾ കേട്ട് നമ്മളൊന്നും ചെയ്യും. രാഹുലടി എന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയില്ല. പക്ഷെ ദീപയടി എന്നുള്ളത് അത് പറയുമ്പോൾ ഒരു സ്ത്രീയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തൻ്റേതാണെന്ന് പറഞ്ഞ് ഒരു കവിത കൊടുത്ത് അത് അവരുടെ പേരിൽ പ്രസിദ്ധീകരിപ്പിച്ച് ഒരു വാക്കുകൊണ്ട് അവരുടെ റെപ്യൂട്ടേഷൻ തിരിച്ചെടുക്കാൻ ആവുന്ന ഒരവസ്ഥയിലായിരുന്നിട്ടും മിണ്ടാതിരുന്ന ഒരു മാനസികാവസ്ഥയെ തിരുത്താൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. അവിടെയാണ് ജീവിതകാലം മുഴുവൻ ഒരു കറുത്ത പാട്, ഒരു ബാഡ്ജ് നെഞ്ചത്ത് കുത്തിവെച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്. ചതിക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം ചതിച്ചത് എന്തിനെന്ന് മറ്റേയാളോട് ചോദിക്കാൻ കഴിയാത്തൊരു സാമൂഹിക അവസ്ഥ പുരോഗമന കലാസാഹിത്യ സംഘം ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും അതിൻ്റെ ഭാഗമായി നടക്കുന്നവർക്ക് പോലും വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സമൂലമായ